നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് മുന്നേറരുത്, UDF അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആരാണ്? CPM എന്നായിരിക്കും പലരും പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. കേരളത്തിൽ UDF അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണ കേന്ദ്രങ്ങളിലെമ്പാടും ആയിരക്കണക്കിന് ജനങ്ങളുടെ നേതൃത്വത്തിൽ, വൻ ജനാവലിയുടെ ജനസാഗരത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം ലഭിക്കുമ്പോൾ ഈ BJP കേന്ദ്രങ്ങൾക്ക് ഇത്രയധികം വിറളി പിടിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. നോക്കുക, BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ലാത്ത യൂട്യൂബ് ചാനലായ മറുനാടനിൽ വന്നിട്ടുള്ള ഒരു തംബ്നെയിൽ. സതീശനും ഷാഫിക്കും ഈഗോ അടിച്ചു, വേദിയിൽ ഇടിയോടിടി പിടിച്ചു തള്ള്, കുറ്റ്യാടി ചവിട്ട് നാടകത്തിൽ നാറി നാണം കെട്ട് കോൺഗ്രസ്. നോക്കുക, ഇത്രയും ഗംഭീരമായ ഒരു യാത്ര നടത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇതോടകം തങ്ങളുടെ യാത്രയുടെ ഭാഗമാക്കിയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന UDFൻ്റെ പുതുയുഗ യാത്ര പരാജയമായെന്നും നാണം കെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയെന്നുമൊക്കെ സംഘപരിവാറിൻ്റെ ലൗഡ് സ്പീക്കറായിട്ടിരുന്ന് പറയുകയാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട്, കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, കോൺഗ്രസ് പ്രവർത്തകരെയും അനുഭാവികളെയും ഒക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് സംഘപരിവാറിന് വേണ്ടി ഇത്രയും വിജയകരമായൊരു യാത്രയെ ഇത്രയും മോശമാക്കി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കേരളം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ എന്താണ് കുറ്റ്യാടിയിൽ സംഭവിച്ചത്? സംഘപരിവാർ വിലക്കെടുത്ത പല ഓൺലൈൻ ഡൂക്കിലി യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിയാണ്. കോൺഗ്രസ് ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിൽ കിളി പറന്നിരിക്കുകയാണ്. അവരുടെ സകലമാന കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസ് തകർന്നാലേ BJPക്ക് എളുപ്പത്തിൽ ഇവിടേക്ക് കടക്കാൻ സാധിക്കൂ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ നുണപ്രചാരണവും, വർഗീയ പ്രചാരണവും, വിദ്വേഷ പ്രചാരണവും, വെള്ളാപ്പള്ളി പറഞ്ഞതുപോലുള്ള പറച്ചിലുകളുമൊക്കെ, PC ജോർജിനെ പോലുള്ളവരെ ഇളക്കിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള പ്രചാരണങ്ങളുമൊക്കെ ഇവിടെ സജീവമാകണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാകണം, UDF അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് ഇവരുടെ അജണ്ട. ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു പുതിയ അവിശുദ്ധ ബന്ധം ഇവിടെ ഉണ്ട് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നതിന് കാരണം CPM സംഘപരിവാറിനെ വേണ്ട രീതിയിൽ ചെറുക്കാത്തത് തന്നെയാണ്. PM ശ്രീ പദ്ധതി പോലുള്ള പദ്ധതിയുടെ അടിയിൽ കൂടിയുള്ള ബ്രിഡ്ജ് പണി, വെള്ളാപ്പള്ളിയെപ്പോലെ തികഞ്ഞ വർഗീയത പറയുന്നവരെ ഒക്കത്തെടുത്തു കൊണ്ടുപോകൽ, ഇങ്ങനെയുള്ള പല നടപടികളും നിരന്തരമായി വന്നപ്പോൾ, ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം നിരന്തരമായ വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ, സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ളവരൊക്കെ CPMൽ വിശ്വാസമർപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കും. അത് കുറേയിടങ്ങളിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം പോലും നൽകുന്ന സൂചന. സമീപകാലത്ത് വന്ന പല സർവേകളിലുമൊക്കെ UDFന് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കോൺഗ്രസിൻ്റെ പുതുയുഗ യാത്ര ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന് കുറ്റ്യാടിയിലെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ആദ്യം കുറ്റ്യാടി സംഭവത്തെക്കുറിച്ച്, കുറ്റ്യാടിയിൽ വലിയ തമ്മിൽ തല്ലുണ്ടായി, കോൺഗ്രസിൽ വലിയ വിഭാഗീയത, നേതാക്കളൊക്കെ തമ്മിൽ തല്ലി വല്ലാത്ത കുഴപ്പത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു, UDF സംഘടനാ സംവിധാനം തകരുന്നു എന്ന നിലയിലൊക്കെ പ്രചാരണം നടത്തിയവർക്ക്, ചാനലുകാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഷാഫി പറമ്പിൽ നൽകിയൊരു മറുപടിയുണ്ട്. അതൊന്ന് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല. ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന PR എക്സസൈസിന്റെ സൃഷ്ടികളല്ല. ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ 140 മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ. നോക്കുക, ഷാഫിയും
സതീശനും തമ്മിൽ വലിയ അടിയുണ്ടായി എന്നൊക്കെ മറുനാടനെ പോലുള്ളവർ കോൺഗ്രസിൻ്റെ തകർച്ച ആഗ്രഹിച്ച് പറയുമ്പോൾ ഷാഫി പറമ്പിൽ തൊട്ടടുത്ത യോഗത്തിൽ സംസാരിച്ചതാണിത്. നോക്കുക, എന്ത് വിഭാഗീയതയാണുള്ളത്, എന്ത് വിദ്വേഷമാണുള്ളത്. ഐക്യത്തോടു കൂടിയല്ലേ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത്. KC വേണുഗോപാലിനെ പോലുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിൽ കോൺഗ്രസിൽ UDF സംഘടനാ സംവിധാനത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഐക്യമുണ്ട്. ആ ഐക്യം പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ, അതിൻ്റെയൊക്കെ പേരിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പ്രചരിപ്പിക്കുന്നത്. BJPയുടെ നിർണായകമായ ഇടപെടൽ ഇത്തരം വ്യാജ വാർത്തകൾക്കും വ്യാജ നിർമ്മിതികൾക്കും പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, ഇവിടെ കുറ്റ്യാടിയിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടോ? കുറ്റ്യാടിയിലേക്ക് ആ യാത്ര എത്തുമ്പോൾ പറഞ്ഞതിനേക്കാളും ഒരുപാട് വൈകിയിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് കാത്തു നിൽക്കുന്ന സമയം വൈകിട്ടും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും ഒക്കെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം. അവിടേക്ക് VD സതീശൻ വരുന്നു. അവരുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം, ഈ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. അതിനിടയിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം സംഭവിച്ചു. ആരാദ്യം പ്രസംഗിക്കണമെന്നത് സംബന്ധിച്ച് VD സതീശൻ അടുത്ത യോഗത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ വന്നു, പ്രസംഗം നടത്തി തിരിച്ചുപോയി. ഷാഫി പറമ്പിൽ ആ സമയത്ത് DCC പ്രസിഡന്റുമായി സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാദം ഷാഫി പറമ്പിൽ തന്നെയാണ് VD സതീശനെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചത്. അപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഷാഫിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി പറഞ്ഞു അടുത്ത സ്ഥലത്ത് ഇത് വൈകും, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് പോകണം, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഷാഫിയെ തടഞ്ഞു നിർത്തി പ്രസംഗിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയും ഇതിനുശേഷം ഷാഫി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്നൊരു വാദം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യമാണ്. അതിൻ്റെ പേരിൽ യാത്ര മുടങ്ങുകയോ യാത്രയിൽ തമ്മിൽ തല്ലുണ്ടാവുകയോ അല്ലെങ്കിൽ യാത്രയിൽ ആൾ വരാതിരിക്കുകയോ ബംഗാളികളെ കൊണ്ടുവന്ന് യാത്ര നടത്തേണ്ട ഗതികേടുണ്ടാവുകയോ ഒന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല, UDFന് ഉണ്ടായിട്ടില്ല. അവർ അന്തസ്സായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി തീപ്പൊരി പ്രസംഗം നടത്തിയിട്ട് തന്നെയാണ് സതീശനും ഷാഫിയോട് പോയത്, അടുത്ത സ്ഥലത്തേക്ക് പോയത്. അവിടെയും ഇതുപോലെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ചെല്ലുന്നിടങ്ങളിലെല്ലാം വമ്പിച്ച വിജയമാണ് UDFൻ്റെ ഈ പുതിയ യാത്ര, അതിൽ ആർക്കും സംശയം വേണ്ട. അപ്പോൾ ഇത്രയും ഗംഭീരമായി മുന്നോട്ട് പോകുന്നൊരു യാത്രയെ മോശപ്പെട്ട യാത്ര, നാണം കെട്ട കോൺഗ്രസിൻ്റെ യാത്ര, നാറിയ യാത്ര, തകർച്ചയിലേക്കുള്ള യാത്ര, ഭിന്നിപ്പിൻ്റെ യാത്ര എന്നൊക്കെ പറയുന്നത് ആരുടെ അജണ്ടയാണ്? ഇതിൻ്റെ വിജയം കണ്ട് വിറളി പിടിച്ചവരുടെ അജണ്ടയാണ്. ഞാൻ പറയുന്നത് CPM ഈ യാത്രയെ എതിർക്കും, നെഗറ്റീവായിട്ട് കാണിക്കും, ദുഷ്പ്രചാരണങ്ങൾ നടത്തും. കാരണം CPMൻ്റെ ലക്ഷ്യം ഇവിടെ തുടർ ഭരണമാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്തും ചെയ്യും. പക്ഷേ കോൺഗ്രസ് ഇല്ലാതാകണമെന്ന് CPM എവിടെയും പറഞ്ഞിട്ടില്ല. CPMൻ്റെ ദേശീയ നേതാക്കൾ പോലും പറയുന്നത് അവർ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചാണെന്ന് മാത്രമല്ല, CPMൻ്റെ ദേശീയ നേതാക്കൾ പോലും പറയുന്നത് ഇവിടെ കോൺഗ്രസ് നിലനിൽക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സംഘപരിവാറിന് ഇവിടെ വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ BJPയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ പരിപൂർണ നാശമാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കുതിരക്കച്ചവടത്തിലൂടെയാണെങ്കിൽ പോലും കുറേ നേതാക്കളെയും സീറ്റുകളും ഒക്കെ വാങ്ങിച്ചത് നശിപ്പിക്കുക എന്നുള്ള അജണ്ടയാണ്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഇവിടെ പല മാധ്യമങ്ങളും കുഴലൂതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് കോൺഗ്രസ്സുകാരുടേത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, കോൺഗ്രസ്സുകാരെ പറ്റിച്ചു പോകുന്ന പല യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളെയും വിലക്കെടുത്തിട്ടോ സമ്മർദ്ദം ചെയ്തിട്ടോ എന്താണെന്നറിയില്ല അവരിലൂടെ സംഘപരിവാർ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. പുതിയ യാത്രയിൽ എവിടെയാണ് പ്രശ്നം, എവിടെയാണ് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഷാഫി തന്നെ പറഞ്ഞില്ലേ. നിങ്ങൾ നോക്കൂ, ഇതിലെ ജനബാഹുല്യം നിങ്ങൾ ചർച്ച ചെയ്യൂ. അതിൽ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആ ഒരു തിരക്കും തിക്കും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ്, ആൾക്കൂട്ടങ്ങളുള്ള പ്രസ്ഥാനമാണ്, കേരള സംവിധാനമല്ല. പക്ഷേ VD സതീശനൊക്കെ പല യോഗത്തിലും പോകുമ്പോൾ മീറ്ററുകൾക്കകലെ നിന്ന് അദ്ദേഹത്തെ ചുമലിലേറ്റി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ആവേശത്തോടുകൂടി സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെ VD സതീശൻ്റെ PR വർക്ക് എന്ന് പറയുന്ന ആളുകൾ എതിരാളികളായിട്ടുണ്ട്. സ്വാഭാവികമായ ജനക്കൂട്ടം, അണികൾ, പ്രവർത്തകർ ആവേശത്തോടു കൂടി ഒരു നേതാവിനെ ചുമലിലേറ്റ് വേദിയിലേക്ക് എത്തിക്കുമ്പോൾ അത് PR പ്രവർത്തനം, അല്ലെങ്കിൽ VD സതീശനെ തോട്ടിലെറിയാൻ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ചാനലുകാർക്ക്? അപ്പോൾ അങ്ങനെ ഒരു വലിയ മുന്നേറ്റത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, ആശയക്കുഴപ്പത്തിലാകാൻ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മലയാളികൾക്കിടയിലേക്ക് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് പടലപ്പണക്കത്തിൽ തകർന്നു പോകുന്ന പ്രസ്ഥാനമാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ഗിമ്മിക്കുകളുടെ ഭാഗമാണ്. 100 ആവർത്തി 1000 ആവർത്തി ഈ നുണ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള നീക്കമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ അതേസമയം നോക്കുക, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു വനിത ഒരു സെൽഫി എടുക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോൾ
ഉണ്ടായൊരു ഭാവവ്യത്യാസമുണ്ട് പിണറായി വിജയന്. ഇപ്പോൾ ദഹിപ്പിച്ച് കളയുമെന്ന രീതിയിലൊരു നോട്ടം. ആ നോട്ടം നൽകുന്ന സൂചന എന്താണ്? അതേക്കുറിച്ച് എന്താണ് മാധ്യമങ്ങൾ പറയുന്നത്? ഇതിനു മുമ്പ് CPM-ൻ്റെ എത്രയോ ജാഥകളിൽ അല്ലെങ്കിൽ CPM-ൻ്റെയോ സർക്കാരിൻ്റെയോ ഒക്കെ പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പരുഷമായിട്ട് എത്രയോ ആളുകളോട് സംസാരിച്ചിരിക്കുന്നു. അത് ജനകീയതയല്ലല്ലോ. ഇവിടെ ജനകീയതയാണ്. ജനങ്ങൾ ഓടി വരും. VD സതീശന് 100 പേർ ഒന്നിച്ചു വന്ന് ചിലപ്പോൾ മാലയിടും, സതീശന് കൈ കൊടുക്കാൻ ശ്രമിക്കും, കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും, ഉമ്മ വയ്ക്കാൻ ശ്രമിക്കും. അവിടെ ഒന്നും ഒരു തടസ്സവുമില്ല. ഒരു തുറന്ന ജനാധിപത്യ വേദിയാണ് കോൺഗ്രസിൻ്റെ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങൾ, ഒരു സ്ക്രിപ്റ്റഡ് അല്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിനൊക്കെ ഊതിപ്പെരുപ്പിച്ച് കോൺഗ്രസ് തീരാൻ പോരുന്നു എന്ന് പറയുന്നവരോട് നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഒരു പാപ്പിയാപ്പച്ച സിനിമയിൽ ഒരു അമ്മച്ചി പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി കണ്ണിൽ ഉണ്ണിയാണ്, ഉണ്ടംപൊരിയാണ്, ഉഴുന്നുവടയാണ് എന്നൊക്കെ പറയിപ്പിക്കുന്ന വീഡിയോകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. വലിയ PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. പെൻഷൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അതൊന്നും വിമർശിക്കാതെ, അതിലെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരാതെ, സർക്കാരിൻ്റെ പരസ്യവും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് PR വർക്കിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് പിന്നെ ഈ UDF-ൻ്റെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയെ ഇങ്ങനെ ചീത്ത വിളിച്ച് നശിപ്പിക്കാനുള്ള BJP-യുടെ കൂടി ചേർന്നിട്ടുള്ള അജണ്ട, അത് ശരിയായ മാധ്യമധർമ്മമൊന്നുമല്ല. സത്യം പറയുന്നവരങ്ങനെ ചെയ്യില്ല. നുണപ്രചാരകരാവാതിരിക്കുക, ഒപ്പം ധാർമ്മികമായി ഈ പരിപാടി ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഇങ്ങനെ UDF-നെതിരെ ഈ യാത്രയെ നശിപ്പിക്കാൻ വേണ്ടി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവരോട് പറയാനുള്ളൂ. ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഐക്യത്തോടു കൂടി UDF-ഉം കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ യാത്രയുടെ വിജയമടക്കമുള്ള കാര്യങ്ങൾ. ന്യൂനപക്ഷ സമൂഹങ്ങളടക്കം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ UDF ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഇത്രയും ഗംഭീരമായി ഈ യാത്ര മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടയാളമാണ് ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ ഇന്ന് തന്നെ കരുതേണ്ടത്.